നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര ചെറിയ ആവശ്യമാകട്ടെ, എത്ര വലിയ ആവശ്യമാകട്ടെ, ഈ ശഅബാനിൽ ഒരു അമല് നമ്മൾ ചെയ്താൽ അള്ളാഹു അത് നിറവേറ്റി തരും. അത്ഭുതകരമായ ആ അമൽ ഉൾപ്പെടെ ശഅബാനിൽ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നാം എണ്ണിപ്പറയുകയാണ്. ഏതൊക്കെയാണെന്നറിയാൻ, എങ്ങനെയാണെന്നറിയാൻ മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. സന്തോഷമുള്ള, സമാധാനമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അനുഗ്രഹീതമായ ശഅബാനിൻ്റെ ദിനരാത്രങ്ങളാണ് ഇനിയുള്ള ദിവസം നാം അനുഭവിക്കാനിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളാൽ അനുഗ്രഹീതമായ ശഅബാൻ വ്യത്യസ്തമാണ്. ശഅബാനിൻ്റെ അത്ഭുതകരമായ, ശഅബാനിൽ നാം അറിഞ്ഞിരിക്കേണ്ട, ശഅബാനിൽ നാം ചെയ്താൽ നമുക്കുണ്ടാകുന്ന ആത്മീയമായ നേട്ടങ്ങൾ, ഭൗതികപരമായ നേട്ടങ്ങൾ, അത് നേടിയെടുക്കാൻ കഴിയുന്ന, ശഅബാനിൽ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ആത്മീയമായ വളർച്ചയ്ക്ക്, ഭൗതികപരമായ ഉയർച്ചയ്ക്ക്, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശഅബാനിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമ്മൾ പരിശോധിക്കുകയാണ്. അനുഗ്രഹീതമായ ശഅബാനിൻ്റെ ഏതാനും ചില പ്രത്യേകതകൾ, നാം അറിഞ്ഞിരിക്കേണ്ട ഓരോ മഹത്വങ്ങൾ, പ്രത്യേകതകൾ എണ്ണിപ്പറയുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, പരിശുദ്ധമായ ശഅബാൻ, അനുഗ്രഹീതമായ ശഅബാൻ, റമളാനിൻ്റെ മുന്നൊരുക്കം, റമളാനിൻ്റെ തൊട്ടു മുമ്പുള്ള മാസമാണ് എന്നുള്ളതാണ് ശഅബാനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, പിശാചിനെ ചങ്ങലയിൽ ബന്ധിക്കുന്ന, സുന്നത്തുകൾക്ക് ഫർളിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്ന പരിശുദ്ധമായ റമളാനിൻ്റെ മുന്നൊരുക്കം നടത്തേണ്ടുന്ന, റമളാനിൻ്റെ തൊട്ടു മുമ്പുള്ള മാസം എന്നുള്ളതാണ് ശഅബാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് മഹത്തുക്കൾ, മഹാനുഭാവന്മാർ ശഅബാനിലും ശഅബാനിന്റെ മുമ്പുള്ള റജബിലും ദുആ ചെയ്യും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ. റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. റജബ് മാസത്തിൽ തന്നെ റമളാനിലേക്കുള്ള മുന്നൊരുക്കം നടത്തും. മഹാന്മാർ, മഹത്തുക്കൾ പറയാറ്, റജബിൽ ഒരു വിത്ത് നടുന്നത് പോലെ ഇബാദത്തുകൾക്ക് നാം തുടക്കം കുറിക്കണം. ശഅബാനിൽ അത് നാം വളർത്തിക്കൊണ്ടുവരണം. റമളാനിൽ ആ വിത്ത് മുളച്ച് അതൊരു ഫലമായി അതിൽ നിന്ന് ഫലം നാം കൊയ്തെടുക്കുന്നത് പോലെ റമളാനിൽ സൽക്രമങ്ങളെ കൊണ്ട് നാം ആഘോഷമാക്കണം. അപ്പൊ റമളാനിൻ്റെ മുന്നൊരുക്കം നടത്തേണ്ടുന്ന മാസമാണ് ശഅബാൻ എന്നുള്ളതാണ് ശഅബാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത്, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് മുത്തുനബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു എന്നുള്ളതാണ്. റജബുൻ ഷഹറുല്ലാഹ് വ ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരുപാട് കാരണങ്ങളുണ്ട് ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് മുത്തുനബി തങ്ങൾ പറയാൻ. പല കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന്റെ പല ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു കൊടുത്ത മാസമാണ് ശഅബാൻ. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും നിസ്കരിച്ചിരുന്നത്. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പരിശുദ്ധ കഅബ ഖിബലയായി കിട്ടണമെന്ന റസൂലുള്ളാഹിന്റെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി കൊടുത്ത മാസമാണ് അനുഗ്രഹീതമായ ശഅബാൻ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. അതുകൊണ്ടാണ് ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ മഹത്തുക്കൾ, മഹാനുഭാവന്മാർ പറയുന്നു, ശഅബാൻ സ്വലാത്തിന്റെ മാസമാണ്. മുത്തുനബി തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ടുന്ന മാസമാണ്. ഒരൊറ്റ സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് അതിന് പകരമായി 10 ഗുണങ്ങൾ നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ സ്വലാത്തിനേക്കാൾ പവറുള്ള മറ്റൊരു ദിക്റില്ല എന്നാണ്. എല്ലാത്തിനും സ്വലാത്ത് പറ്റും. ദോഷം പൊറുക്കാൻ സ്വലാത്ത്, ടെൻഷൻ മാറാൻ സ്വലാത്ത്,
ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ, മുറാദ് ഹാസിലാകാൻ സ്വലാത്ത് ദുനിയാവും ആഖിറവും നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു ദിക്റാണ് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത്. ശഅബാൻ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടുന്ന മാസമാണ്. ശഅബാൻ മുത്തുനബി തങ്ങളുടെ മാസമാണ് എന്നുള്ളതാണ് ശഅബാനിന്റെ രണ്ടാമത്തെ പ്രത്യേകത. ശഅബാനിന്റെ മൂന്നാമത്തെ പ്രത്യേകത ലൈലത്തുൽ ബറാഅത്ത് എന്നറിയപ്പെടുന്ന ഒരു അത്ഭുത രാത്രിയുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ റിസ്ക് അല്ലാഹു കണക്കാക്കുന്ന, നമ്മുടെ ആയുസ് അല്ലാഹു കണക്കാക്കുന്ന, പല പ്രധാനപ്പെട്ട വിഷയങ്ങളും തീരുമാനങ്ങളും അല്ലാഹു എടുക്കുന്ന അത്ഭുതകരമായ ബറാഅത്തിന്റെ രാത്രി ശഅബാൻ പകുതിയുടെ രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. അത് നമ്മൾ 3 യാസീനൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യാറുണ്ട്. പരിശുദ്ധമായ ദുആക്ക് ഇജാബത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കൽബ് ഗോത്രത്തിന്റെ ആടുകളുടെ രോമം കണക്കെ പാപമുണ്ടെങ്കിലും പാപം പുറത്തു കൊടുക്കുന്ന, കബറാളികൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുന്ന ലൈലത്തുൽ ബറാഅ എന്നുള്ളതാണ്. ബറാഅത്തിന്റെ രാത്രി ശഅബാനിലാണ് എന്നുള്ളതാണ് ശഅബാനിന്റെ മൂന്നാമത്തെ പ്രത്യേകത. ഏത് ഹലാലായ ഖൈറായ ആഗ്രഹമാകട്ടെ ഉദ്ദേശമാകട്ടെ അത് സഫലമായി കിട്ടാൻ അത്ഭുതകരമായ ഒരു അമല് ശഅബാനിൽ നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ ശഅബാനിന്റെ 1-ാമത്തെ രാവ് മുതൽ 14-ാമത്തെ രാവ് വരെ 15 പ്രാവശ്യം നാം ആവർത്തിച്ചോതുക. 15-ാം രാവിൽ, അതായത് ബറാഅത്ത് എന്ന് പറയപ്പെടുന്ന ആ രാത്രിയിൽ ദുഖാൻ സൂറത്തിന്റെ ആദ്യത്തെ 8 ആയത്ത് 30 തവണ ആവർത്തിച്ചോതുക. എന്നിട്ട് നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം, ആവശ്യം അതെത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, ഖൈറാണെങ്കിൽ ഹലാലാണെങ്കിൽ അല്ലാഹു നടത്തി തരുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ലൈലത്തുൽ ബറാഅ അത് ശഅബാനിന്റെ 3-ാമത്തെ പ്രത്യേകതയാണ്. 4-ാമത്തെ ഒരു പ്രത്യേകത ശഅബാൻ ഓഫലത്തിന്റെ മാസമാണ് എന്നുള്ളതാണ്. റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ മനുഷ്യന്മാർ ഓഫലത്തിലായി പോകും, അശ്രദ്ധയിലായി പോകും. റജബ് വന്നപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്നൊക്കെ പറഞ്ഞ് നോമ്പുമായും ഇബാദത്തുമായൊക്കെ നമ്മൾ മുന്നോട്ട് വന്നു. എന്നിട്ട് ഇപ്പൊ ശഅബാൻ ആയപ്പോൾ കുറച്ച് ഒതുങ്ങിപ്പോകും ആളുകൾ. ഇനി റമളാനായിട്ട് നന്നാകാം എന്ന് തീരുമാനിക്കുന്ന, എന്ന് ചിന്തിക്കുന്നൊരു സന്ദർഭമാണ്. അപ്പൊ ജനങ്ങൾ ഗഫലത്തായി പോകുന്ന ഒരു സമയമാണ് ഈ ശഅബാൻ എന്നുള്ളത്. ശഅബാനിൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. 5-ാമത്തെ പ്രത്യേകത ശഅബാൻ എന്നുള്ളത് നോമ്പിന്റെ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നോമ്പെടുക്കുമായിരുന്നു. റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താണ് ശഅബാനിൽ ഇത്രമാത്രം നോമ്പെടുക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, ശഅബാൻ എന്നുള്ളത് വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വൈമുൻ. ശഅബാനിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഒരു വർഷത്തെ ഇബാദത്തിന്റെ കണക്കുകൾ. ആ സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അല്ലാഹുവിന്റെ റസൂൽ അതിന് കാരണമായി പറഞ്ഞത്. അപ്പൊ ശഅബാൻ എന്നുള്ളത് ഏറ്റവും കൂടുതൽ നബി തങ്ങൾ നോമ്പെടുത്ത മാസമാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ റജബിലും ശഅബാനിലും റമളാനിലും മുഴുവൻ നോമ്പെടുത്തിരുന്നു. ആ ഒരു കീഴ്വഴക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. 5-ാമത്തെ പ്രത്യേകത അതാണ്. 6-ാമത്തെ പ്രത്യേകത ഇബാദത്തുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നുള്ളതാണ്. 7-ാമത്തെ പ്രത്യേകത ഖുർആനിന്റെ മാസമാണ്. മുസ്ലിമീങ്ങൾ ശഅബാൻ മാസമായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാൻ ഇൻകബു അലൽ മസാഹിഫി ഫഖറഊഹ. ഖുർആനിലേക്ക് അവർ വീഴുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഖുർആൻ പിടിച്ച് അങ്ങനെ കുനിഞ്ഞിരിക്കുമായിരുന്നു. ശഅബാൻ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. റമളാനല്ലേ വരുന്നത്. റമളാനിൽ 30 ജുസ് നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ, അതിന് കഴിയണമെങ്കിൽ ശഅബാനിലെ നമ്മൾ അതിനുള്ള ഒരു ഒരുക്കം നടത്തണം. ശഅബാനിലെ ധാരാളം ഖുർആൻ ഓതുന്നൊരു ശീലം കൊണ്ടുവന്നാലേ റമളാനിൽ നമുക്കതിന് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ശഅബാൻ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ് എന്നുള്ളത് 7-ാമത്തെ പ്രത്യേകതയാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകൾ അനുഗ്രഹീതമായ ശഅബാനിനുണ്ട്. ആ ശഅബാനിന്റെ ദിനരാത്രങ്ങളാണ് ഇനിയുള്ള സമയം നാം അനുഭവിക്കാനിരിക്കുന്നത്. റമളാനിലേക്കുള്ള ഒരുക്കം നടത്തുക, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു എനിക്കും തൗഫീക്ക് തരട്ടെ.
നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.